നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഡിഫൻസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ റയൽ മാഡ്രിഡ് തുനിഞ്ഞിറങ്ങിയ മട്ടാണ്. ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡിന് വേണ്ടിയിട്ട് അവർ ശ്രമം നടത്തി. ഓൾറെഡി കോൺടാക്ട് ചെയ്തു. നോ എന്ന് ലിവർപൂൾ പറഞ്ഞു. പക്ഷേ അത് വിടാതെ വീണ്ടും അവർ ശ്രമങ്ങൾ നടത്തുന്നുവെന്ന വാർത്ത മാഡ്രിഡിൽ നിന്നുള്ള മാധ്യമങ്ങൾ നൽകുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത ഇപ്പോൾ സ്പാനിഷ് മാധ്യമം നൽകുന്നത് വേൾഡ് റെക്കോർഡ് ബിഡ് വെച്ചുകൊണ്ട് വില്യം സാലിബയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്ക് അവർ കടന്നിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. വില്യം സാലിബയെ കൊണ്ടുവരിക, ഡിഫൻസ് ശക്തമാക്കുക. ആഴ്സണലിൽ നിന്ന് അദ്ദേഹത്തെ അങ്ങനെ ലഭിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഈ വാർത്ത കൊടുത്തിരിക്കുന്നത് സ്പാനിഷ് മാധ്യമമായിട്ടുള്ള സ്പോർട്ടാണ്. അവർ ഉദ്ധരിച്ചുകൊണ്ട് ഇതിപ്പോൾ goal.com ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ വാർത്തയുടെ വിശദവിവരങ്ങളിലേക്കൊന്ന് പോകാം. അതനുസരിച്ച് റയൽ മാഡ്രിഡ് ഒരു സ്റ്റാഗറിംഗ് ഫീ ഓഫ് അറ്റ്ലീസ്റ്റ് 83 മില്യൺ പൗണ്ട് കൊടുക്കാൻ തയ്യാറാണ്. 83 മില്യൺ പൗണ്ട് വരെ താരത്തിന് വേണ്ടി കൊടുക്കാൻ തയ്യാറാണ് ആഴ്സണലിനോട്. അത്തരത്തിലുള്ള ഒരു ബിഡ് വെക്കാൻ ഇപ്പോൾ റയൽ മാഡ്രിഡ് പോകുന്നു എന്ന തരത്തിലാണ് സ്പോർട്ടിൻ്റെ റിപ്പോർട്ട്. അപ്പോൾ ഈ 83 പൗണ്ട് എന്ന് പറയുമ്പോൾ അതൊരു പുതിയ വേൾഡ് റെക്കോർഡാണ്. ഒരു ഡിഫൻഡർക്ക് വേണ്ടി ഇത്രയധികം തുക ഇതുവരെ ഒരു ക്ലബ്ബും ചെലവഴിച്ചിട്ടില്ല. ഇതുവരെയുള്ള റെക്കോർഡ് എന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 80 മില്യൺ യൂറോക്ക് 2019 ഹാരി മഗ്വേറെ സ്വന്തമാക്കിയതാണ്. സോ അതിനേക്കാൾ വലിയൊരു തുകക്ക് വില്യം സാലിബയെ സ്വന്തമാക്കാൻ റയൽ മാഡ്രിഡ് തയ്യാറാണ് എന്നതാണ് വാർത്ത. ഏതായാലും ഇതിൽ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തേക്ക് വരേണ്ടതുണ്ട്. അതേസമയം goal.com ഒരു കാര്യം പറയുന്നത്, ഓൾറെഡി പ്രിലിമിനറി ഇൻക്വയറീസ് സാലിബയുടെ ഏജൻറ്റുമായിട്ട് റയൽ മാഡ്രിഡ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്ന റെസ്പോൺസ് എൻകറേജിങ് റെസ്പോൺസ് ആണ്. പക്ഷേ ഈ ഡീല് നടക്കണമെങ്കിൽ ആഴ്സണൽ താരത്തെ വിൽക്കാൻ തയ്യാറാവണം. അതുണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയണം. ഏതായാലും അർട്ടറ്റയുടെ സ്ക്വാഡിലെ കീ ഫിഗറാണ് സാലിബ. അത്തരമൊരു താരത്തെ ഇപ്പോൾ വിൽക്കാൻ ആഴ്സണൽ തയ്യാറാകുമോ എന്നുള്ളത് അത് സംശയമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഏതായാലും റയൽ മാഡ്രിഡ് ശ്രമങ്ങൾ നടത്തുന്നു എന്ന് തന്നെയാണ് സ്പാനിഷ് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ ഉദ്ധരിച്ചുകൊണ്ട് goal.com റിപ്പോർട്ട് ചെയ്യുന്നു. അതും ഒരു വേൾഡ് റെക്കോർഡ് ഫീ കൊടുക്കാനും തയ്യാറാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.